ഇന്ന് ജൂൺ 30 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിലെ മികച്ച കളക്ഷൻ നേടിയെടുത്ത ഒരു മലയാളം സിനിമയാണല്ലോ ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മന്ദാകിനി. സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കമ്മിങ് സൂൺ OTT പോസ്റ്റർ പുറത്തു വന്ന സിനിമ ജൂലൈയിലെ ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ OTT റിലീസ് ചെയ്യുന്നതാണ്. ബോളിവുഡിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഹിന്ദി സിനിമയാണ് സോനാക്ഷി സിൻഹ നായികവേഷത്തിലെത്തിയ കാക്കുട എന്ന സിനിമ. C5 ഡയറക്റ്റ് OTT റിലീസായിട്ട് ജൂലൈ 12 സിനിമ ലഭ്യമാകുന്നതാണ്. മിർസാപൂർ ഇനി ആമസോൺ പ്രൈമിലൂടെ വരാനിരിക്കുന്ന വമ്പൻ OTT ഹിന്ദി സീരീസ് ആണല്ലോ. പങ്കജ് ത്രിപാഠി നായകനെ എത്തുന്ന സീരീസ് ഈ ആഴ്ച OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. നേരത്തെ OTT ട്രെയിലർ പുറത്തു വന്ന ആമസോൺ പ്രൈമിന്റെ ഡയറക്റ്റ് OTT സീരീസ് ഈ ആഴ്ച ജൂലൈ 5 OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ഹര. ചിത്രം ജൂലൈ 5 ആഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് അഹം റീബൂട്ട്. ചിത്രം തെലുഗു ഭാഷയിൽ മാത്രം അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആറാമത്തെ അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഡോക്യുമെന്ററി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. എ മാൻ വിത്ത് 1000 കിഡ്സ് എന്നാണ് സീരീസിന്റെ പേര്. ഈ ആഴ്ച ജൂലൈ 3 നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസ് ലഭ്യമാകുന്നതാണ്. ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണല്ലോ ഗർ. ജൂൺ മാസം റിലീസ് ചെയ്ത സുരാജ് കുഞ്ചാക്കോപ്പൻ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ മാത്രമേ സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുകയുള്ളൂ. പാൻ ഇന്ത്യൻ ഭാഷകളിൽ കോമഡി എന്റർടൈനർ സിനിമ ലഭ്യമാകും. അവസാനത്തെ അപ്ഡേറ്റ് ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഉള്ളൊഴുക്ക് എന്ന മലയാളം സിനിമയുടേതാണ്. ഒരുപാട് പ്രേക്ഷകർ സിനിമ തിയേറ്ററുകളിൽ കണ്ടുകഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രേക്ഷകർ OTT കേട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഉർവശിയും പാർവതിയും പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ OTT ചർച്ചകൾ ഹോട്ട്സ്റ്റാറും സോണി ലിവുമായിട്ട് നടക്കുന്നുവെന്നും ഇതിൽ ഹോട്ട്സ്റ്റാർ സിനിമ സ്വന്തമാക്കിയെന്നൊക്കെയാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഉർവശി ഇതിനോടകം തന്നെ ബിഗ് ബോസിൽ സിനിമയുടെ പ്രൊമോഷനായിട്ട് എത്തിയത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങളും ഏഷ്യാനെറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളും സ്വന്തമാക്കിയെന്ന ഒരു റൂമറിന് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്തായാലും ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ സിനിമയുടെ OTT റിലീസിനായിട്ട് സെപ്റ്റംബർ വരെ കാത്തിരിക്കണം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾക്ക്.